ആ ചെറിയ സമയത്തിൽ അവർ പൈസ ഉണ്ടാക്കുന്നു തോന്നുന്നു. ബട്ട് ഇപ്പോൾ ജോജി പറഞ്ഞതുപോലെ ജോജി 9 വർഷം കൊണ്ട് എന്താ കിട്ടിയതെന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോളജ്, അതാണ് കിട്ടിയത്. അത് എത്രയോ പൈസയെക്കാളും വലുതാണെന്ന്. തീർച്ചയായിട്ടും അതാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് ഞാൻ ജിയിൽ 15 വർഷം വർക്ക് ചെയ്ത എനിക്ക് എന്താ കിട്ടിയത്? ഞാൻ ജി വിട്ട് ഒരു കമ്പനി വർക്ക് ചെയ്തു, ഡബിൾ ശമ്പളം കിട്ടി. ബട്ട് ഞാൻ ആ കമ്പനിയിൽ ഒരു 9 മാസം പോലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് എനിക്ക് 15 വർഷം കിട്ടിയ നോളജ് എനിക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. അതാണ് ജോജി എന്ന് പറയുന്ന ആയാലും ഞാനും പഠിക്കുന്ന ജോജി എന്താ പഠിച്ചത്? നമ്മൾ അങ്ങോട്ട് വഴക്ക് പറയാൻ നമ്മളല്ല. ഞാൻ ഇന്ന് സൂപ്പറിനേക്ക് വന്ന് ഞാൻ കുറേ പഠിച്ചു. ജോജിയിൽ നിന്ന് ഞാൻ പഠിച്ചു. എന്താ പഠിച്ചത്? പേഷ്യൻസ്. നമ്മൾ ജിയിൽ വർക്ക് ചെയ്യുന്നത് പോലെയല്ല ഇവിടെ വർക്ക് ചെയ്യണത്. ഇതൊരു ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയാണ്. അപ്പം ഞാനിവിടെ വന്ന് പഠിക്കുന്നു, മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു. നമ്മുടെ സബോർഡിനേറ്റ് നമുക്കും പഠിക്കാനുണ്ട്, ഒരുപാടുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും വലുതും. അവിടെയാണ് നമ്മൾ വിജയം ഉണ്ടാകുന്നത്. വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ജോജിയുടെ ആ ഒരു പേഷ്യൻസിന്. അങ്ങനെയുള്ളവർ, കാരണം ഇന്നത്തെ ചെറുപ്പക്കാർക്ക് മനസ്സിലാക്കേണ്ട, അവർ മാതൃകയാക്കേണ്ട ഒരുപാട് വശങ്ങൾ, നല്ല വശങ്ങൾ ജോജി ഇന്ന് പ്രസൻറ്റ് ചെയ്തതിൽ വളരെ സന്തോഷം. കാരണം ഒരു സ്ഥാപനത്തിൽ, ഒരു ചെറിയൊരു സ്ഥാപനത്തിൽ, ആ സൗപർണികയുടെ തുടക്കത്തിൽ അതിൻ്റെ പ്രതിസന്ധിയും അതിൻ്റെ വിജയവും സന്തോഷങ്ങളെയും നോക്കിക്കണ്ട ആദ്യത്തെ എംപ്ലോയി എന്ന സ്ഥാനവും ജോജിക്ക് കിട്ടിയിരിക്കും. അപ്രീഷിയേറ്റ് ചെയ്യുന്നു ജോജി. വളരെ സന്തോഷം ഈ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു അതിഥിയായിട്ട് താങ്കൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ജ്യേഷ്ഠന് തുല്യം സ്നേഹിക്കുന്ന ഒരു മാനേജിങ് ഡയറക്ടറുടെ തൊട്ടടുത്തിരുന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് സന്തോഷം. സൗപർണിക പ്രോജക്ട്സിൻ്റെ 10ാമത്തെ വേർഷൻ റണ്ണിങ് ആണ്. ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റാണ് നമ്മൾ ശരിക്കും ലാസ്റ്റ് ഒരു 10 years നമ്മൾ നോക്കുമ്പോൾ. കാര്യം ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് ഇന്ന് കേരളത്തിൽ പ്രോജക്റ്റ് ഉണ്ട്, തമിഴ്നാട്ടിലുണ്ട്, മറ്റ് ഹൈദരാബാദിൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ത്രൂ ഔട്ട് ഇപ്പോൾ സൗത്ത് സൈഡാണ് നോക്കുന്നത്. ഒരുപാട് മേഖലകളിലേക്ക് സൗപർണിക എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കും ട്രിവാൻഡ്രത്തെ പ്രോജക്റ്റിനെ കുറിച്ചൊന്ന് വിശദീകരിക്കണം. നമ്മുടെ ട്രിവാൻഡ്രത്തിൽ ആദ്യത്തെ പ്രോജക്റ്റ് നമ്മൾ തുടങ്ങുന്നത്, ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ട്രിവാൻഡ്രത്തിലെ അച്ഛനമ്മയെ കാണാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നത്. പിതാ, ഗുരു, ദൈവം, ഇതാണ് 4 പേരിൽ ആദ്യം. എത്ര തന്നെ നിങ്ങൾ ദൈവത്തിനെയോ അവിടെ ഗുരുവിനെ എന്നാലും ഫസ്റ്റ് ഈസ് മദർ ഈസ് ദി ഗാഡ്. പെറ്റ അമ്മയ്ക്ക് വേറെ ദൈവമില്ല. ദർ ഇസ് നോട്ട് ഗാഡ് മദർ. പിന്നെ അച്ഛൻ, അമ്മ പറഞ്ഞു കൊടുത്താൽ അച്ഛനാണെന്നാണ് അറിയത്തുള്ളൂ അല്ലേ. അപ്പം മാതാപിതാ. പിന്നെയാണ് നമ്മൾ ഗുരുവിനെ വെച്ച് പോണത്. പിന്നെയാണ് ദൈവത്തിൻ്റെ അടുത്ത് പോണത്. ആദ്യം ദൈവത്തിൻ്റെ പോയാലും നീ നിൻ്റെ അച്ഛനമ്മയെ നോക്കുന്നില്ലെങ്കിൽ ഇറ്റ് ഇസ് നോ യൂസ് ഓഫ് ദിസ് വൺ. മാതാപിതാ, ഗുരു, ദൈവത്തിലും ഇത് 4 മാതാപിതാ നമുക്ക് കണ്ട ദൈവം തന്നെ. ഇപ്പം ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നത് ദൈവം പറഞ്ഞു നീ നിൻ്റെ ഡ്യൂട്ടി കടമ ചെയ്യുക, അച്ഛനും അമ്മയെ രക്ഷിക്കുക. ചിലർ എത്ര പാവപ്പെട്ടവരായിരിക്കും. അപ്പോൾ അത് അവരെ ദൈവത്തിന് പോകാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ രണ്ടാമത് അതുവേണ്ടി എല്ലാവരും ഇതില്ല, നമ്മൾക്ക് ആദ്യം നമ്മുടെ കാര്യവും നോക്കണം. ഇപ്പം കല്യാണം കഴിഞ്ഞു, ഭാര്യയായി, അപ്പം അച്ഛനമ്മയില്ലേ, അപ്പം അച്ഛനമ്മയും നോക്കുകയും വേണം. രണ്ടും 2 കണ്ണാണ്. ഒരു കണ്ണിൽ ഭാര്യയും കുട്ടികളെ നോക്കുകയും വേണം, മറ്റേ കണ്ണാണ് അച്ഛനും അമ്മയും നോക്കുകയും വേണം. അതാണ് കറക്റ്റ് നമ്മളെ ഹിന്ദു മിത്തോളജി പ്രകാരം പോകുന്നതെന്നുള്ളത്. അതിനുവേണ്ടി നമ്മളെ ഡ്യൂട്ടിയും ചെയ്യണം, നമ്മൾ ജോലി നോക്കണം. നമ്മുടെ ആ ശ്രമിച്ച് ജോലി നന്നായിട്ട് പോയിട്ട് അല്പസമയം അവരെ നോക്കണം. അപ്പോൾ അവിടെ കിട്ടുന്ന ഒരു ലാൻഡ് ഡീൽ എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു സാഹചര്യം, വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഇവൻ്റാണത്. അവിടെ വിജയകൃഷ്ണൻ നായർ ഡോക്ടർ വിജയകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി എനിക്ക് ആ ലാൻഡ് ഡീൽ തരുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അന്ന് 20 ലക്ഷം രൂപയുള്ളൂ. ആ ലാൻഡ് വില 4 കോടി രൂപയാണ്. അന്ന് ഞാൻ 20 ലക്ഷം വെച്ചുകൊണ്ട് പോകുന്ന സമയം വേറൊരു ആൾക്കാർ വന്നിട്ട് 4 കോടി രൂപ ഡ്രാഫ്റ്റായിട്ട് കൊണ്ടു കൊടുത്ത് ഡീൽ നടത്തിക്കാൻ പോയതാണ്.
എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങേര് ദൈവം പോലെ എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. ഇന്ന് ഞാൻ അങ്ങേരെ കാണുന്ന ദൈവമാണ്. ബിക്കോസ് ഇന്ന് ട്രിവാൻഡ്രത്തിൽ എൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ് അങ്ങേരാണ് സ്ഥലം തന്നത്. അപ്പോൾ അങ്ങേര് ആ 20 ലക്ഷം വാങ്ങിച്ചിട്ട് 1 വർഷം സമയവും തന്ന് എനിക്ക് ആ ലാൻഡ് തന്നു. ഇന്ന് അവിടെ ആദ്യത്തെ പ്രോജക്റ്റ് നമ്മൾ ചെയ്തു. അപ്പോൾ അവിടെ ഈ സഞ്ജുവും ബാക്കിയുള്ള ടീംസും എല്ലാം ചേർന്ന് അത് പ്രോജക്റ്റ് കൊണ്ടുവന്നു. നമ്മൾ 16 നില അവിടെ പൊക്കി. സൗപർണികയിൽ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇന്ന് വേറെ എവിടെയും പൊക്കിയിട്ടില്ല. അവിടെ മാത്രം നമ്മുടെ ആദ്യത്തെ പ്രോജക്റ്റ് അങ്ങനെ പൊക്കുന്നത്. 16 നിലയ്ക്കുള്ള ഒരു കെട്ടിടം വന്നത് ഞാൻ തന്നെ ആ കെട്ടിടം കാണുമ്പോൾ സന്തോഷിക്കുന്ന ഒരു സ്ഥലമാണ്. എവിടെയായിരുന്നു അത്? ഇത് നമ്മുടെ സെൻറ്റ് തോമസ് സ്കൂളിൻ്റെ നേരെ എതിരെയുള്ള ഒരു പ്രോജക്റ്റാണ്. ഷിർഡി ടവർ എന്ന് പറയും. സായി സൗപർണിക വില്ലേജ് എന്ന് പറഞ്ഞ് വലിയൊരു പ്രോജക്റ്റാണത്. മൊത്തം 2 ഏക്കറിൽ 1 ഏക്കർ നമ്മൾ വില്ലാസ് ചെയ്തു, 1 ഏക്കറിൽ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ചെയ്തു. വെറും തുച്ഛമായ നമ്മൾ 1600 രൂപയ്ക്ക് സ്ക്വയർ ഫുട്ട് വിറ്റ ഒരു പ്രോജക്റ്റുമാണ്. അന്ന് എൻ്റെ ആർക്കിടെക്റ്റ് പറഞ്ഞു, രാംജി അത് വിൽക്കേണ്ട, അതിൽ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടം വരുമെന്ന് പറഞ്ഞു. ബട്ട് നമ്മൾ ഈ ടീം അകത്തെല്ലാം കൺസ്ട്രക്ട് ചെയ്യുന്ന കാരണം കൊണ്ട് ഇന്നും നമ്മൾ ആ കൺസ്ട്രക്ഷൻ തീർത്തു. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ അടുത്ത മാസം ഹാൻഡ് ഓവർ ചെയ്യുകയാണത്. ബട്ട് നമുക്ക് ഇന്നും ഒരു മിനിമം പ്രോഫിറ്റ് വെച്ച് നമ്മൾ ഇന്നും ആ പ്രോജക്ട്സ് തീർക്കുകയാണ്. നഷ്ടത്തിൽ വന്നിട്ടില്ല. മിസ്റ്റർ ഉണ്ണിയാണ് ജിയിൽ നിന്ന് കൂടെ വന്ന ഒരു സുഹൃത്ത്. ജിയിൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നത്. ജിയിൽ കഴിഞ്ഞ 15 വർഷം ഞാൻ വർക്ക് ചെയ്തു. ഈ 15 വർഷം ഞാൻ പഠിച്ച ലീഡർഷിപ്പ് സ്കിൽസും ബിസിനസ് റൺ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മൊത്തം അവിടെ നിന്ന് പഠിച്ചു. ഞാൻ വന്ന 1 വർഷം കഴിയുമ്പോൾ ഉണ്ണിയെ ഞാൻ കൊണ്ടുവരുന്നു. എനിക്ക് ജി തന്നെ വേണം. ജിയിൽ തന്നെ 2 പേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്പനി വലുതാക്കാൻ പറ്റും. തീർച്ചയായും അത് അത്രയും വലിയ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ജിയിൽ നിന്ന് നമുക്ക് കിട്ടിയ 15 വർഷത്തെ എക്സ്പീരിയൻസ് ശരിയാണ്. മറ്റൊരാളും 15 വർഷമാകുമ്പോൾ 30 വർഷത്തെ എക്സ്പീരിയൻസ് നമ്മുടെ ഈ സൗപർണികയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ സാധിക്കും. അത്രത്തോളം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ തീർച്ചയായും ഇവിടെ മിസ്റ്റർ ഉണ്ണി ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിലെ മറ്റൊരു അതിഥിയാണ് മിസ്റ്റർ ഉണ്ണി. ഇവിടെ എത്തിയിരിക്കുന്ന ഇപ്പോഴത്തെ അതിഥി മിസ്റ്റർ കാർത്തികേയൻ ഉണ്ണി എന്ന ഉണ്ണി. എല്ലാവരുടെയും, കാരണം മിസ്റ്റർ രാംജി ഏറ്റവും കൂടുതൽ പ്രാവശ്യം വിളിക്കുന്ന ഉണ്ണി എന്നാണല്ലോ. ശരിയാണ്, എല്ലാവരും വിളിക്കുന്ന മിസ്റ്റർ ഉണ്ണിയാണ്. അങ്ങനെയുള്ള ശരിക്കും സ്വദേശം പാലക്കാട്. രാംജി പറഞ്ഞു, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ ഉണ്ണിയുമായിട്ടുള്ള കണ്ടുമുട്ടൽ അത് ജീവിതത്തിലേക്ക് എപ്പോഴെങ്കിലും തീരുമാനിച്ചിരുന്നോ? കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു വലിയൊരു പ്രോജക്റ്റിൻ്റെ നേതൃത്വ സ്ഥാനത്തേക്ക് വന്നു ചേരുമെന്ന്? ഇല്ല, എല്ലാം എൻ്റെ ഒരു അപ്രതീക്ഷിതമായിട്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അൺഎക്സ്പെക്റ്റഡ് ആണ് എല്ലാപ്പോഴും. ബിസിനസിനെ കുറിച്ചുള്ള ഒരു വിഷൻ മിസ്റ്റർ രാംജിക്ക് നേരത്തെ ഉണ്ടായിരുന്നു? അന്ന് പോലെ ഉണ്ടായിരുന്നു, വളരെയധികം. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് താങ്കളെ, കാരണം അറിയാവുന്നതാണ്. ജോലിയിൽ ജോലി ചെയ്യുമ്പോഴും തമ്മിൽ കിട്ടുന്ന സമയത്തൊക്കെ ബിസിനസിനെ കുറിച്ചാണ് മിസ്റ്റർ രാംജി സംസാരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ആ ഒരു ടോക്കാണ് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ഒരുപാട് ആംബിഷൻസ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അതിനെ ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് കഴിയുന്നതും അതുവഴിയാണെന്നുള്ളതാണ്. അതാണ് 100% ശരിയാണ്.